ഇവരെ കിട്ടിയത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കലിംഗ സ്റ്റേഡിയത്തിൻ്റെ നൈറ്റ് വിഷൻ ആണ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ കാണുന്നതാണ് കലിംഗ സ്റ്റേഡിയം. നമ്മൾ ഇന്ന് പോയ അതേ സ്റ്റേഡിയത്തിൻ്റെ ഒരു നൈറ്റ് വിഷൻ ഇങ്ങനെയാണ്. നമ്മൾ ജസ്റ്റ് കലിംഗയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് ഉള്ളത്. ആക്ച്വലി കലിംഗ രാത്രിയിൽ ഭയങ്കര സുന്ദരിയാണ്. മീൻസ് വെരി ബ്യൂട്ടിഫുൾ. മീൻസ് ദർ ഇസ് ലോട്ട് ഓഫ് ലൈറ്റ്സ്. ഇങ്ങനെ ഒരുപാട് ലൈറ്റ്സ് നമുക്ക് കലിംഗയിൽ കാണാൻ കഴിയുന്നുണ്ട്. ടോട്ടലി ഞാൻ പുതിയതായിട്ടായതുകൊണ്ടാണെന്ന് അറിയില്ല. മീൻസ് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. ഇപ്പം ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റിയാണത്. വാട്ട്? ഓക്കെ, നിങ്ങൾ താണ്ട് അവിടെ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ സ്റ്റേഡിയം ലൈറ്റ് എന്ന് പറഞ്ഞാൽ. കണ്ടോ, അവിടെയാണ് മെയിൻ സ്റ്റേഡിയം ലൈറ്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ കലിംഗ സ്റ്റേഡിയം. ആ കാണുന്നതാണ് മെയിൻ സ്റ്റേഡിയം ലൈറ്റ്. അപ്പം ഇതൊക്കെ ഉള്ളൂ ഇത്രയും പറയാൻ ഉണ്ട്. അവിടെ നമ്മുടെ ഫ്ലഡ് ലൈറ്റ് ഉണ്ടോ? നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഫ്ലഡ് ലൈറ്റ് ഉണ്ടോ? കണ്ടെന്ന് വിശ്വസിക്കുന്നത് സൂം ഔട്ട് ചെയ്യാണ്. ഇതാണ് കലിംഗയുടെ ഒരു നൈറ്റ് വിഷൻ അഥവാ രാത്രിയിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി അവിടെ കുറേ ഇപ്പം ദീപാവലി ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വിഷൻസ് ഒന്നും കിട്ടുന്നില്ല. എന്നാലും കിട്ടുന്ന വിഷൻസ് എൻ്റെ മാക്സിമത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ്ടേ നമ്മളാ കണ്ട ഡോഗ്. ആക്ച്വലി അത് പാവമാണ്, പക്ഷെ എനിക്ക് പേടിയാണ്. അതായത് ഈ ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്മെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ ഈ ഭയപ്പെടുമ്പം നമ്മുടെ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, ആ ഹോർമോൺസിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടും. അപ്പോൾ അവർ കുറച്ചുകൂടി അക്രമാസക്തരെ പോലെ ആവും. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും ധൈര്യം ഇല്ലെങ്കിൽ പണി നടക്കത്തില്ല. എനിക്കാണെങ്കിൽ ഈ ഡോഗ്സിനെ കാണുമ്പോഴേ ഒരു പേടിയുള്ളതാണ്. സോ എനിക്കൊരു ഫ്രണ്ട് ഒരു ഡോഗിനെ ഗിഫ്റ്റ് ചെയ്തിട്ട് ഞാനത് തന്നെയൊന്നും വാങ്ങിച്ചില്ല. കാരണം ഈ ഒരു പേടി തന്നെയാണ് ബേസിക്കലി അതിനുള്ള കാരണം. നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഒഡീഷ നഗരത്തിൻ്റെ രാത്രിയിലെ സൗന്ദര്യം. ഓഫ്, എത്ര സുന്ദരിയാണ് ഈ സിറ്റി. വാട്ട് എ ബ്യൂട്ടി. മീൻസ് ഇനി ഇവർ ഫ്രൈക്കാക്കേഴ്സ് കൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സിലിക്കൺ ബാഗൊക്കെ ഉയർത്തി വിടാൻ പോകും എന്നാണ് തോന്നുന്നത്. ഈ ബാഗ് ഉയർത്താൻ പോയാണ്. ഭയ്യ നാം ക്യാ ഹൈ? ഗുരുദീപ്. ഓക്കെ, ആളുടെ പേര് ഗുരുദീപ് എന്നാണ്. മനസ്സിലായി കാണുമല്ലോ. ഇവരെന്തൊക്കെയോ പ്ലാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഈ സംഭവം നമ്മുടെ ഈ സിനിമയ്ക്ക് അത് ഈ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലാൻറ്റേൺ. ലാൻറ്റേൺ അതിൻ്റെ പേരാണ് ലാൻറ്റേൺ. ആ സാധനം ഇവർ കത്തിച്ച് മുകളിലേക്ക് വിടുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അവിടെ ആദർശ് ബ്രോ അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. സിൻസ് ഓക്കെ, നമ്മുടെ ഈ നൈറ്റ് വിഷൻ പ്രോപ്പറായിട്ട് ഓക്കെ ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇനി ഫ്ലാഷ് ഓഫ് ചെയ്യാം. അവിടെ കിടിലൻ സംഭവം നടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് മച്ച് ഫേമസ്. മാണിക്യമലരായ പൂവ്. കണ്ണ നമ്മുടെ പ്രിയച്ചേച്ചിയുടെ വിങ്കിങ് ഒക്കെ ഇവിടെ ഫേമസ് ആണ്. ഒഡീസയിലെ പിള്ളേർ വരെ മാണിക്യമലരായ പൂവയൊക്കെ പാടുന്നുണ്ട്. പിള്ളേർ പോകുമ്പോൾ പൊളി തന്നെ. ഫ്ലാഷൊക്കെ കത്തിച്ച് ലാൻറ്റേൺസ് വിടുവാണ്. നമുക്ക് ഈ ഏരിയയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് സൈഡിലിരുന്ന് കളി കാണാം. കിടിലം പണിയാണ് പിള്ളേർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഒരുപാട് കോണ്ടന്റ് കിട്ടി കേട്ടോ. അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷമം. കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരുടെ ഒരു റൂം തന്നെ ഭയങ്കര സംഭവമാണ്. ഒരൊറ്റ ആക്ച്വലി കുറച്ചുകൂടി നല്ല ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഏരിയനെ ഞാൻ കവർ ചെയ്യായിരുന്നു. കണ്ടോ എന്നാ സൗന്ദര്യമാണ് ഈ ഒഡീഷ സിറ്റിക്ക്. ആക്ച്വലി നമ്മൾ കൊച്ചിയിൽ നിന്ന് രാത്രി നോക്കിയാൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരിക്കാം. എന്നാലും കൊള്ളാം. ഒഡീഷ സുന്ദരിയാണ്. ഓക്കെ, എന്തൊക്കെയോ പ്ലാൻ ഇതുകൊണ്ട് ആകാശത്ത് പോയി ലാൻറ്റേൺ പോകുന്നുണ്ടോ? അത് ഇത് ആരൊക്കെയോ പറത്തിട്ടുണ്ടാവുന്നുണ്ട്, പറന്നു പോകുന്നുണ്ടോ ലാൻറ്റേൺ? ആ ലാൻറ്റേൺ ആരെയോ പറത്തി വിട്ടതാണ്. ഇപ്പം ഇവന്മാരും തന്നെ ലാൻറ്റേൺ പറത്തി വിടാൻ പോവുകയാണ്. ആ ലാൻറ്റേൺ പറന്നു പോകുന്നുണ്ടോ? അതവിടെയോ വെട്ടുപോയി. ഇവന്മാരുടെ സാധനം ഇപ്പോൾ പോവും. ഇതാണ്ടിപ്പോൾ പോവും.
അപ്പം ഗുരുദീപ് ലൈറ്റ് കത്തിക്കും. ലൈറ്റ് കത്തിച്ചിട്ട് ഈ സാധനം പോകും. ഓക്കെ, നമുക്ക് ഇതിന്റെ മെക്കാനിസം ഒന്നും അറിയത്തില്ല. ഇവന്മാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നൈറ്റാണ്. ലാൻറ്റോൺ കത്തിക്കുകയാണ്. ഞാൻ അതിൻ്റെ കീഴിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടന്റ് എടുക്കാനുള്ള കഷ്ടപ്പാടേ. ഞാൻ പൊതുവേ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. സോ ഉയരത്തിൽ നിൽക്കുമ്പോഴും ചെറുതായിട്ടൊരു പേടിയുണ്ട്. കാലൊക്കെ എന്തോ ഭയങ്കര ഉപ്പ് രസം പോലെ ആവുന്നുണ്ട്. ആക്ച്വലി ഈ പട്ടിയൊക്കെ നല്ല പേടിയുണ്ട്. അങ്ങനെയല്ല, ഓൾമോസ്റ്റ് പേടിയൊക്കെ ഉള്ള ഒരാൾ തന്നെ ഉണ്ട് അവിടെ. ലാൻറ്റോൺ കത്തിക്കുന്നു. നമ്മുടെ ഇവിടെ സിഗരറ്റ് ലാമ്പ് വെച്ചാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സാധനം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് കത്തിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഹീലിയം ഗ്യാസ് ആണോ അറിയുന്നത്. ഹീലിയം ഗ്യാസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ നിറച്ചുകൊണ്ട് പോകുന്നത്. ഒരു സാധനം നിറച്ചു. ഇവിടെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ടതുകൊണ്ട് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പറന്നു പോകാനുള്ള എന്തായാലും പറന്നു പോകണമല്ലോ. മീൻസ് അധികം പൊങ്ങാതിരിക്കാനുള്ള സാധ്യത. അധികം പൊങ്ങാതിരിക്കാനുള്ള സാധ്യത എനിക്ക് താഴോട്ടിറങ്ങിച്ച് എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഞാനിവിടെ താഴെ വീഴും. താഴോട്ട് എടുക്കാൻ അടി ഭയങ്കര കത്തിയിലാണ്. ലൈവ് ആയിരുന്നേ നിങ്ങളുടെ അടുത്ത് കാണാൻ പറ്റുന്ന ചോദിക്കായിരുന്നു. ഇപ്പൊ ആദർശോടെ ഓരോരോ കളികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഡീഷയുടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ആടി കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിവിടെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. ഇവന്മാർ ബ്ലാങ്കറ്റിൽ കവറുമ്പോൾ ഞാൻ ഷോയ്ക്ക് വേണമെന്ന് പറഞ്ഞു. പണി വാങ്ങണ എല്ലാ സാധനവും. 10 മണിയായപ്പോഴത്തേക്കും ഇമാതിരി തണുത്ത കാറ്റടിക്കുന്നു. സെറ്റ് എടുക്കാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തില്ല. ഇതിൻ്റെ എല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ ദൈവമേ. ഇപ്പൊ നമ്മളെ കണ്ട പുള്ളി ഗുരുദീപ് എന്ന് പറഞ്ഞ പുള്ളി ഒരു ചാറ്റ് കണ്ടാണ്. അദ്ദേഹമായി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. തോന്നില്ല താഴേക്ക് തീ പിടിക്കുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് അതിന്റെ തീ പിടിച്ചിട്ട് ഓക്കെയാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കൈ പൊള്ളുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നന്നായിട്ട് കട്ടിക്കുന്നുണ്ട്. വിടാൻ നോക്കുന്നുണ്ട്. ആക്ച്വലി നോ ഇറ്റ്സ് ഓക്കെ. ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ നോ ഇറ്റ്സ് ഓക്കെ. അത് താഴോട്ട് പോവാണ് കേട്ടോ. പോകുന്നില്ല. ഓക്കെ ഓക്കെ, അതിപ്പോ ഫ്രീ ആയി. ആളെ ഫ്രീ ആയി. ഒരു ഹാപ്പി ദീപാവലിയൊക്കെ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഫോൺ അത്ര കൊള്ളാത്തത് കൊണ്ടാണ്. നല്ല കിട്ടില്ല ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ട്. അത് കണ്ടോ, നമ്മൾ നിൽക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പുന്നെ ഒരുപാട് ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ആക്ച്വലി ഈ സാധനം കുറച്ച് വീട്ടിലുണ്ടാക്കണം. ഐറ്റം കൊള്ളാം. 10 മിനിറ്റ് കണ്ടോണ്ട് നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെന്നാണ് വിശ്വാസം. അല്ല, ബോറടിക്കാതിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. ആ ചെറിയ സാധനം അത്രയോ ഉയർത്തി പോയിട്ടുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ട്.
ഞാൻ ഇവിടെ ഇരുന്ന് താളടിച്ച് വിട്ടതാണെങ്കിൽ ഇവന്മാർ കറക്റ്റ് പ്രോപ്പറായിട്ട് കത്തിച്ച് വരുന്നുണ്ട് തോന്നണം. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കണം. ആരുടെ നിനക്ക് ക്യാമറയ്ക്കകത്തോടെ അത്ര വിസിബിലിറ്റി കിട്ടുന്നില്ലായിരിക്കും. എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. കണ്ടാ അമ്മേ ഇതാണ് ഇതൊരു ലക്ഷണമില്ലെന്ന് തോന്നല്ലോടെ. നല്ല പൊക്കത്തിൽ നിൽക്കുമല്ലേ. ഇതോട് കൂടിയിട്ട് ഇവരുടെ ദീപാവലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നോ എന്നിട്ട് സൈസ് കൺവേർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ കണ്ണിൽ നിന്ന് സാധനം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ദീപാവലി സംഭവങ്ങൾ അണിയിരിക്കുകയാണ്, സുഹൃത്തുക്കൾ അണിയിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം.